കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള അനുമതി ഹൈക്കമാൻഡിനോട് തേടിയിരുന്നു. സംസ്ഥാനത്ത് സമവായമുണ്ടാക്കിയ ശേഷം പുനഃസംഘടന ആകാമെന്ന തത്വത്തിലുള്ള അനുമതി ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിക്ക് നൽകിയതായാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ പുനഃസംഘടനയിലെ എതിർപ്പ് ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ഐ ഗ്രൂപ്പ് തീരുമാനിച്ചത്. ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. മന്ത്രിസഭാ പുനഃസംഘടനയിൽ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് താൽപ്പര്യമില്ലെന്ന് അദ്ദേഹം സോണിയെ ബോധ്യപ്പെടുത്തും. സംസ്ഥാനത്ത് പാർട്ടിയിൽ ചർച്ച ചെയ്യാതെയാണ് മുഖ്യമന്ത്രി ഹൈക്കമാൻഡിന് മുന്നിൽ ഇക്കാര്യം അവതരിപ്പിച്ചതെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യം ആവർത്തിക്കുന്നുവെന്നും ഹൈക്കമാൻഡിനെ അദ്ദേഹം അറിയിക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതോടെ പ്രധാന വകുപ്പുകൾ ഐ ഗ്രൂപ്പിനായി. ഇത് മറികടക്കാൻ കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുക, ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക എന്നിവയാണ് പുനഃസംഘടനയിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്. രണ്ടും നഷ്ടം വരുത്തുന്നത് ഐ ഗ്രൂപ്പിനാണ്. ഇത് മറികടക്കാനാണ് ഐ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ കരുനീക്കം. മീഡിയ 1 തിരുവനന്തപുരം.